വെനസ്വേലയിൽ പ്രസിഡന്റിനെ തടവിലിട്ട അമേരിക്കയുടെ നീക്കത്തെ വെല്ലുവിളിച്ച് ലോകം മുഴുവൻ ഭയത്തോടെ മാത്രം വീക്ഷിക്കുന്ന ഉത്തര കൊറിയൻ പ്രസിഡന്റ് രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ കാടത്തം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ആയുധമെടുക്കാനും അത് മഹായുദ്ധത്തിലേക്ക് എത്തിക്കാനും ഉത്തര കൊറിയ ഒരു മടിയും കാണിക്കില്ല എന്നതാണ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കിം ജോങ് ഉൻ പറഞ്ഞത് എന്നല്ലേ? അമേരിക്കയുടെ ഇത്തരം നടപടികളെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് കമന്റ് ചെയ്യുക. നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. വെനസ്വേലയിലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ തന്റെ സഖ്യകക്ഷിയായിട്ടുള്ള സുഹൃത്തിനെ വിട്ടയച്ചിട്ടില്ല എങ്കിൽ അമേരിക്കയ്ക്കെതിരെ ആയുധമെടുക്കുമെന്ന ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ മുന്നറിയിപ്പ് ലോകത്തെ ഭയപ്പെടുത്തുന്ന ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സൂചന തന്നെയാണ് നൽകിയിരിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ അമേരിക്ക നടത്തുന്ന നയതന്ത്ര ഇടപെടലുകളെയും ഉപരോധങ്ങളെയും തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയായാണ് ഉത്തര കൊറിയ നോക്കിക്കാണുന്നത്. ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തെയോ സംരക്ഷിക്കാൻ വേണ്ടി ആധുനിക ആയുധങ്ങളുമായി ഉത്തര കൊറിയ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമെന്ന് പ്രഖ്യാപിക്കുന്നത് വെറും ഒരു ഭീഷണിയായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയില്ല. ഉത്തര കൊറിയയുടെ പക്കലുള്ള ആണവായുധ ശേഖരവും അതുപോലെ അമേരിക്കയുടെ പക്കലുള്ള സൈനിക കരുത്തും നേരിട്ട് ഏറ്റുമുട്ടുന്നത് ലോകക്രമത്തെ തന്നെ തകർത്തെറിയുമെന്ന കാര്യത്തിലും സംശയമില്ല. റഷ്യയും ചൈനയും ഉൾപ്പെടുന്ന ഒരു സഖ്യം ഈ വിഷയത്തിൽ ഉത്തര കൊറിയയോടൊപ്പം ചേരുകയും നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ മാനവികത ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ നാശത്തിലേക്കായിരിക്കും ലോകം നീങ്ങി തുടങ്ങുക. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കാനും സംഘർഷം ലഘൂകരിക്കാനും അന്താരാഷ്ട്ര സമൂഹം ഇടപെടാത്ത പക്ഷം ഒരു ചെറിയ പ്രകോപനം പോലും ഭൂമിയിൽ നിന്ന് മനുഷ്യരാശിയെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒരു വൻ യുദ്ധത്തിലേക്ക് തിരികൊളുത്തിയേക്കാം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ചതുരംഗ പലകയിൽ അമേരിക്കൻ വിരുദ്ധ ചേരികൾ ശക്തിപ്പെടുന്നത് ലോക സമാധാനത്തിന് വലിയ ഭീഷണി തന്നെ ഉയർത്തുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്തര കൊറിയയും വെനസ്വേലയും തമ്മിലുള്ള തന്ത്രപരമായിട്ടുള്ള ബന്ധം. വെനസ്വേല നേരിടുന്ന രാഷ്ട്രീയവും സാമ്പത്തികവുമായ പ്രതിസന്ധികളിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകളെ ഉത്തര കൊറിയ കടുത്ത ഭാഷയിലാണ് എന്നും വിമർശിച്ചിട്ടുള്ളത്. തങ്ങളുടെ സുഹൃത്ത് രാജ്യമായ വെനസ്വേലയെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക കടന്നുകയറാൻ ശ്രമിച്ചാൽ ആയുധമെടുക്കാൻ പോലും മടിക്കില്ലെന്ന ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ നിലപാട് ഒരു ആഗോള യുദ്ധത്തിന്റെ വിത്തുപാകാൻ ശേഷിയുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വെനസ്വേലയിൽ അമേരിക്കൻ പിന്തുണയോടെ ഭരണമാറ്റം സംഭവിക്കുന്നത് തങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് ഉത്തര കൊറിയ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. തങ്ങളുടെ പക്കലുള്ള ആണവായുധ ശേഖരവും ദീർഘദൂര മിസൈലുകളും അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ പ്രാപ്തി ഉള്ളവയാണ് എന്ന് ഉത്തര കൊറിയ പലതവണ തെളിയിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. വെനസ്വേലയ്ക്ക് സൈനികമായ പിന്തുണ നൽകാൻ ഉത്തര കൊറിയ തീരുമാനിച്ചാൽ അത് ലോകരാജ്യങ്ങളെ രണ്ട് ചേരികളായിട്ട് തിരിക്കുക തന്നെ ചെയ്യും. വെനസ്വേലൻ പ്രതിസന്ധിയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും വ്യക്തമായ താല്പര്യങ്ങൾ ഉള്ളതിനാൽ ഈ സംഘർഷ പരിപാടിയായിട്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പരിണമിക്കാനുള്ള സാധ്യത നമുക്കിവിടെ തള്ളിക്കളയാനാകില്ല. അത്രത്തോളം അമേരിക്കൻ വിരുദ്ധത ഇവർക്കിടയിലുണ്ട്. ഇത്തരം ഒരു യുദ്ധം ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ്. ആണവായുധങ്ങളുടെ സാന്നിധ്യം യുദ്ധത്തെ വിനാശകരമാക്കുമെന്ന കാര്യവും ഉറപ്പാണ്. വെനസ്വേലയിലെ എണ്ണ സമ്പത്തും ഉത്തര കൊറിയയുടെ സൈനിക കരുത്തും അമേരിക്കയുടെ ആഗോള ആധിപത്യവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് ഏഷ്യ മുതൽ ലാറ്റിൻ അമേരിക്ക വരെ നീളുന്ന ഒരു വലിയ യുദ്ധഭൂമിയായിട്ട് ലോകത്തെ മാറ്റും. സാമ്പത്തിക തകർച്ചയും വലിയ തോതിലുള്ള ജീവഹാനിയും ഒഴിവാക്കാൻ നയതന്ത്രപരമായ ചർച്ചകളിലൂടെ വെനസ്വേലിയൻ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണ്. സൈനികമായ നീക്കങ്ങളിലേക്ക് ഉത്തര കൊറിയ കടക്കുകയാണ് എങ്കിൽ ലോകം മറ്റൊരു മഹായുദ്ധത്തിന്റെ കരിനിഴലാവുകയും മാനവികത വലിയൊരു ഭീഷണി നേരിടുകയും ചെയ്യുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര മര്യാദകളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് വെനസ്വേലയിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന നേരിട്ടുള്ള സൈനിക ഇടപെടൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. 2026 ജനുവരി ആദ്യവാരം ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന പേരിൽ അമേരിക്ക നടത്തിയ മിന്നൽ നീക്കത്തിലൂടെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യയെയും തടവിലാക്കി ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. മയക്കുമരുന്ന് കടത്ത്, നാർക്കോ ടെററിസം തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചാണ് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലവനെ അമേരിക്കൻ സൈന്യം വീടിൽ നിന്ന് റാഞ്ചിയിരിക്കുന്നത്. ഈ നടപടി ലാറ്റിൻ അമേരിക്കൻ മണ്ണിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള മറ്റൊരു കടുത്ത അധിനിവേശത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ നീക്കം കേവലം കുറ്റവാളികളെ പിടികൂടാനല്ല, മറിച്ച് വെനസ്വേലയുടെ എണ്ണ സമ്പത്തിന് മേൽ ആധിപത്യം ഉറപ്പിക്കാനാണെന്ന ആക്ഷേപം ശക്തമാണ്. ട്രംപിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. രാജ്യത്തെ സുരക്ഷിതമായ ഒരു ഭരണമാറ്റത്തിലേക്ക് നയിക്കുന്നത് വരെ വെനസ്വേല അമേരിക്കയുടെ നിയന്ത്രണത്തിലായിരിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിന് തെളിവായിട്ടാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അമേരിക്കൻ എണ്ണ കമ്പനികൾക്ക് വെനസ്വേലയെ തകർന്നു കിടക്കുന്ന എണ്ണപ്പാടങ്ങൾ പുനരുദ്ധരിക്കാനും അവിടെ നിന്നും ലാഭം കൊയ്യാനും അവസരമൊരുക്കുകയാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നിലവിൽ വെനസ്വേലയുടെ തലസ്ഥാനമായിട്ടുള്ള കരാക്കസ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അമേരിക്കൻ വ്യോമാക്രമണങ്ങൾ തുടർന്നു വരികയാണ്.
100-ലധികം പേർ ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡെൽസി റോഡ്രിഗസിനെ താൽക്കാലിക ഭരണാധികാരിയായി അമേരിക്ക ഉയർത്തിക്കാട്ടുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ അമേരിക്കൻ ഭരണകൂടം നേരിട്ടാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ കടന്നുകയറ്റത്തെ കടുത്ത ഭാഷയിൽ അപലപിക്കുകയും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയുടെ ഈ ഏകപക്ഷീയമായ നടപടി മേഖലയെ മൊത്തത്തിൽ അസ്ഥിരപ്പെടുത്തുകയാണ്. അയൽരാജ്യങ്ങളായിട്ടുള്ള കൊളംബിയയും ചിലിയും ഈ സൈനിക നീക്കത്തിൽ ആശങ്ക രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മഡുറോയെ വിട്ടുകിട്ടണമെന്ന ഉത്തര കൊറിയയുടെയും റഷ്യയുടെയും ആവശ്യം അമേരിക്ക തള്ളിയാൽ അത് ലോകശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് വഴിമാറും. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ പരമാധികാരത്തെ ഇല്ലാതാക്കുന്ന അമേരിക്കൻ നയം ലോകത്തെ വീണ്ടും ഒരു മഹാമാരിയേക്കാൾ ഭീകരമായ യുദ്ധത്തിന്റെ വക്കിലാണ് എത്തിച്ചിരിക്കുന്നത്. എല്ലാത്തിനും കാരണം അമേരിക്കയുടെ സ്വാർത്ഥത ഒന്ന് മാത്രം. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ അപ്രതീക്ഷിത സൈനിക നീക്കത്തെയും പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ അറസ്റ്റിനെയും അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങൾ അതീവ ഗൗരവത്തോടെയും അതുപോലെ തന്നെ അതീവ ക്രോധത്തോടെയുമാണ് നോക്കിക്കാണുന്നത്. ഇവരുടെ പ്രതികരണങ്ങൾ കേവലം പ്രസ്താവനകളിൽ ഒതുങ്ങാതെ സൈനികമായ കരുത്ത് പ്രകടനങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ ഇവിടെ സംസാരിക്കേണ്ടതുണ്ട്. ഉത്തര കൊറിയയുടെ സൈനിക പ്രതികരണം അമേരിക്കയുടെ നടപടിയെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റം എന്നാണ് ഉത്തര കൊറിയ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ 2026 ജനുവരി 5 ഉത്തര കൊറിയ 2 ഹൈപ്പർസോണിക് മിസൈലുകളും പരീക്ഷിച്ചിട്ടുണ്ട്. ഇത് അമേരിക്കയ്ക്കുള്ള നേരിട്ടുള്ള മുന്നറിയിപ്പായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. വെനസ്വേലയിൽ സംഭവിച്ചത് തങ്ങൾക്കും സംഭവിക്കാമെന്ന മുൻകരുതലിൽ തങ്ങളുടെ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുമെന്നും ആവശ്യമെങ്കിൽ യഥാർത്ഥ യുദ്ധത്തിന് തയ്യാറാക്കുമെന്നും കിം ജോങ് ഉൻ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചൈനയുടെയും റഷ്യയുടെയും നിലപാടിലേക്ക് വരികയാണെങ്കിൽ മഡുറോയെയും ഭാര്യയെയും ഉടൻ വിട്ടയക്കണമെന്നാണ് ചൈന ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ അമേരിക്കയുടെ ഈ നീക്കം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഒരു രാജ്യത്തെയും ലോക പോലീസ് ആകാൻ അനുവദിക്കില്ലെന്നുമാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത്. റഷ്യ ഈ നടപടിയെ സായുധ അധിനിവേശം എന്ന് വിളിക്കുകയും ഐക്യരാഷ്ട്രസഭയിൽ ഇതിനെതിരെ ശക്തമായി നീങ്ങുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വെനസ്വേലയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും വലിയ സാമ്പത്തിക താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ആധിപത്യം തടയാൻ ഇവർ നയതന്ത്രപരമായും അതുപോലെ തന്നെ സാമ്പത്തികമായും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറുമാണ്. ഇറാനും മറ്റ് സഖ്യകക്ഷികളും ഇറാൻ ഈ നീക്കത്തെ രൂക്ഷമായി വിമർശിക്കുകയും ഐക്യരാഷ്ട്ര രക്ഷാസമിതി ഉടൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അമേരിക്കൻ വിരുദ്ധ ചേരിയിലുള്ള രാജ്യങ്ങൾക്കിടയിൽ ഈ സംഭവം വലിയൊരു അരക്ഷിതാവസ്ഥ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഒരുമിച്ച് നിൽക്കാനാണ് ഇവിടെ തീരുമാനിച്ചത്. തങ്ങളുടെ ശത്രു രാജ്യങ്ങളെ അമേരിക്ക ഇത്തരത്തിൽ ഓരോന്നായി വേട്ടയാടുമോ എന്ന ആശങ്ക ഇവരെ ഒരുമിപ്പിക്കാൻ പ്രേരകമായിട്ടുണ്ട് എന്നതാണ് സത്യം. യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ നയിക്കുമോ എന്നതാണ് മറ്റൊരു കാര്യം. നിലവിൽ ഉത്തര കൊറിയൻ മിസൈൽ പരീക്ഷണങ്ങളുടെ ഭീഷണി മുഴക്കുമ്പോൾ ചൈനയും റഷ്യയും നയതന്ത്ര പോരാട്ടത്തിനാണ് മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ മഡുറോയുടെ ജീവന് ഭീഷണി ഉണ്ടാവുകയോ അമേരിക്ക വെനസ്വേലയിൽ സ്ഥിരമായ സൈനിക താവളങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾ സൈനികമായി ഇടപെടാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അത് ആഗോള തലത്തിലുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും സംശയങ്ങളും ഒന്നും വേണ്ട. ഈ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ എന്താണ് നിലപാടെടുത്തത് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ്. കാരണം ഐക്യരാഷ്ട്രസഭ ഈ ലോകരാജ്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരു സഭയാണല്ലോ. ഐക്യരാഷ്ട്രസഭ നിലവിൽ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ആദ്യം പറയാനുള്ളത്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ തലവനെ മറ്റൊരു രാജ്യം സൈനികമായി തടവിലാക്കിയ നടപടി അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന വാദം ശക്തവുമാണ്. ഇതിനെ തുടർന്ന് UN രക്ഷാസമിതിയിൽ ഉണ്ടായ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത്. ഒന്നാമത്തത് രക്ഷാസമിതിയിലെ ചേരിതിരിവാണ്. അമേരിക്കയുടെ നടപടി അപലപിച്ചുകൊണ്ട് റഷ്യയും ചൈനയും രക്ഷാസമിതിയിൽ പ്രമേയം കൊണ്ടുവന്നു കഴിഞ്ഞു. മഡുറോയെ ഉടൻ വിട്ടയക്കണമെന്നും അമേരിക്കൻ സൈന്യം വെനസ്വേലയിൽ നിന്ന് പിന്മാറണമെന്നുമാണ് ഇവരുടെ ആവശ്യം. എന്നാൽ സ്ഥിരംഗമായിട്ടുള്ള അമേരിക്ക തങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രമേയത്തെ തടയാൻ സാധ്യതയുമുണ്ട്. ഇത് രക്ഷാസമിതിയെ പൂർണ്ണമായും നിശ്ചലമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആശങ്കയാണ് അടുത്തത്. അതായത് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് അതീവ ഗൗരവത്തോടെയാണ് ഈ സാഹചര്യത്തെ വീക്ഷിക്കുന്നത്. ലത്തീൻ അമേരിക്കൻ മേഖലയിൽ ഇതൊരു വലിയ മാനുഷിക ദുരന്തത്തിന് വഴിവെക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. തടവിലാക്കപ്പെട്ടവർക്ക് അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരമുള്ള നീതി ഉറപ്പാക്കണമെന്നും സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ എന്നും അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പങ്ക് വെനസ്വേലയുടെ സംഭവ വികാസങ്ങൾ ഏറെ ചർച്ച ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ സംഭവ വികാസങ്ങൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു രാജ്യത്തെ ഭരണാധികാരിയെ മറ്റൊരു രാജ്യം പിടികൂടി വിചാരണ ചെയ്യുന്നത് നിയമപരമായി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ വലിയ തർക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ കോടതികൾ മഡുറോയെ കുറ്റവാളിയായി കാണുമ്പോഴും അന്താരാഷ്ട്ര തലത്തിൽ ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലായിട്ടാണ്
വിലയിരുത്തപ്പെടുന്നത്. അത് തന്നെയാണല്ലോ സത്യവും, അല്ലെ? ഉത്തര കൊറിയയുടെ മുന്നറിയിപ്പും UN തമ്മിലും ബന്ധമുണ്ട് കേട്ടോ. അതായത് ഐക്യരാഷ്ട്രസഭയിലെ ഉത്തര കൊറിയൻ പ്രതിനിധി അമേരിക്കയെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. UN പരാജയപ്പെട്ടാൽ ആയുധങ്ങൾ സംസാരിക്കുമെന്ന കിം ജോങ് ഉന്നിന്റെ സന്ദേശം അവർ അവിടെയും ആവർത്തിച്ച് പറയുന്നുണ്ട്. സമാധാനം ഉണ്ടാക്കാൻ UN കഴിഞ്ഞിട്ടില്ല എങ്കിൽ ലോകം വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന മുന്നറിയിപ്പാണ് ഉത്തര കൊറിയ നിരന്തരം ഇതിലൂടെ നൽകിക്കൊണ്ടേയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകശക്തികൾ തമ്മിലുള്ള ബലപരീക്ഷണം കാരണം ഐക്യരാഷ്ട്രസഭയ്ക്ക് ഫലപ്രദമായ ഇടപെടൽ നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. അമേരിക്ക തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ശക്തമായി എതിർക്കുകയും ചെയ്യുന്നതോടെ ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. എന്താണ് ഇനി സംഭവിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് തീർപ്പൊന്നും പറയാനാകില്ല. പക്ഷേ യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊരു വസ്തുത നമ്മൾ തിരിച്ചറിയുകയും വേണം. ഉത്തര കൊറിയ ആയതുകൊണ്ട് എന്തും സംഭവിക്കാം എന്നതാണ് ഇതിൽ നിന്ന് വിലയിരുത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.